പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ജോൾസിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി കവർച്ച നടത്തിയ സംഭവത്തിൽ ഒരു സ്ത്രീയടക്കം 2 പേർ പിടിയിൽ. കൊഴിഞ്ഞാമ്പാറ കല്ലാണ്ടിച്ചള്ളിയിലെ വീട് കേന്ദ്രീകരിച്ച് നടത്തിയ ഹണി ട്രാപ്പ് കവർച്ചയിൽ മലപ്പുറം മഞ്ചേരി സ്വദേശിനി ഗുഡനല്ലൂർ താമസിക്കുന്ന 44 വയസ്സുള്ള മൈമൂന, കുറ്റിപ്പള്ളം പാറക്കാൽ 24 വയസ്സുള്ള ശ്രീജേഷ് എന്നിവരെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. കൊല്ലങ്കോട് സ്വദേശിയായ ജോത്സ്യനാണ് തട്ടിപ്പിനിരയായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം മൈമൂനയും മറ്റൊരു യുവാവും ചേർന്ന് കൊല്ലങ്കോട്ടുള്ള ജോൾസിന്റെ വീട്ടിലെത്തി. താനും ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയാണെന്നും വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും പൂജ ചെയ്ത് പരിഹാരം കാണണമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിച്ചു. അതനുസരിച്ച് ബുധനാഴ്ച രാവിലെ 11 മണിയോടെ കൊഴിഞ്ഞാമ്പാറയിലെത്തിയ ജോൾസിനെ 2 യുവാക്കൾ ചേർന്ന് കല്ലാണ്ടിച്ചള്ളിയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊലപാതകം ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ എൻ പ്രതീഷിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. പൂജ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾക്കിടെ പ്രതീഷ് അസഭ്യം പറഞ്ഞ് ജോൾസിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിച്ച് വിവസ്ത്രനാക്കുകയും ചെയ്തു. ശേഷം നഗ്നയായി മുറിയിലെത്തിയ മൈമൂനയെ ജോൾസിനൊപ്പം നിർത്തി ഫോട്ടോയും വീഡിയോയും ചിത്രീകരിച്ചു. ശേഷം ജോൾസിന്റെ കഴുത്തിലുണ്ടായിരുന്ന 4.5 പവൻ വരുന്ന സ്വർണ്ണമാലയും മൊബൈൽ ഫോണും 2000 രൂപയും കൈക്കലാക്കി. ഇതിനു പുറമെ 20 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും തന്നില്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുമെന്നും പ്രതികൾ ജോൾസിനെ ഭീഷണിപ്പെടുത്തി. അല്പസമയത്തിനു ശേഷം ഇവർ പുറത്തുപോയ തക്കത്തിന് പുറകുവശത്തെ വാതിലിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും ജോൾസൻ കൊഴിഞ്ഞാമ്പാറ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. സംഭവം പുറത്തു വന്നത് ചിറ്റൂർ പോലീസ് മറ്റൊരു പ്രതിയെ തേടി സ്ഥലത്തെത്തിയപ്പോഴാണ്. ഞായറാഴ്ച ചിറ്റൂർ സ്റ്റേഷൻ പരിധിയിൽ നടന്ന അടിപിടിയുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ മൊബൈൽ ലൊക്കേഷൻ തെരഞ്ഞായിരുന്നു ചിറ്റൂർ പോലീസ് എത്തിയത്. ഈ സമയം പോലീസിനെ കണ്ട് വീട്ടിലുണ്ടായിരുന്നവർ 4 ഭാഗത്തേക്കും ചിതറിയോടി. പോലീസും പുറകെ ഓടിയെങ്കിലും അവർ തെരഞ്ഞെത്തിയ പ്രതിയെ കിട്ടിയില്ല. വീടിനകത്ത് നടന്ന സംഭവം അറിയാതെ ചിറ്റൂർ പോലീസ് തിരികെ പോയി. തട്ടിപ്പ് സംഘത്തിലുണ്ടായിരുന്നവർ വീട്ടിൽ നിന്നും ചിതറിയോടിയ തക്കത്തിലായിരുന്നു ജോൾസൻ രക്ഷപ്പെട്ടത്. ചിതറിയോടിയ സ്ത്രീകളിൽ ഒരാൾ മദ്യലഹരിയിൽ റോഡിൽ വീണ് കിടക്കുന്നത് കണ്ട് ചോദ്യം ചെയ്ത നാട്ടുകാരെ അസഭ്യം പറഞ്ഞതോടെയാണ് കള്ളി വെളിച്ചത്താവുന്നത്. സ്ത്രീ മദ്യലഹരിയിലുള്ള വിവരം നാട്ടുകാർ കൊഴിഞ്ഞാമ്പാറ പോലീസിനെ അറിയിച്ചു. പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത്. ഇതിനിടെ രക്ഷപ്പെട്ട് വീട്ടിലെത്തിയ ജോൾസൻ പരാതി നൽകാനായി കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലെത്തി. കൊല്ലങ്കോട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയായിരുന്നു. സംഭവത്തിൽ മൈമൂനയും മറ്റൊരു സ്ത്രീയും ഉൾപ്പെടെ 9 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി കൊഴിഞ്ഞാമ്പാറ പോലീസ് അറിയിച്ചു. കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ പ്രതീഷിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. കവർച്ചയുടെ മുഖ്യ ആസൂത്രകൻ പ്രതീഷ് ആണെന്ന സൂചനയാണ് പോലീസ് പറയുന്നത്. ചിറ്റൂർ പോലീസിനെ കണ്ട് ഭയന്നോടിയ പ്രതികളിൽ ഒരാൾ കാലിന് പരിക്കുപറ്റി വിളയോടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.